ദേശാഭിമാനികളെ, പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ബഹുമാന്യ മിത്രങ്ങളെ, ഇക്കഴിഞ്ഞ വാരം കേരളം കണ്ടത് സംഭവബഹുലമായ അനവധി അനിഷ്ട സംഭവങ്ങളും വേദനിപ്പിക്കുന്ന സംഭവ പരമ്പരകളുമാണ് നമുക്ക് കാണാൻ ഇടയായത്. ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല, ആരാണോ ഉത്തരവാദിയെന്ന് അന്വേഷിച്ചിട്ടും കാര്യമില്ല. പക്ഷേ അതിനീചവും അത്യന്തം നിഷ്ഠൂരവും ഭയാനകവുമായ സംഭവ പരമ്പരകൾ കേരളത്തിൻ്റെ മണ്ണിൽ അരങ്ങേറുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. വന്യമൃഗങ്ങൾ അവരുടെ പങ്ക് മലയോര പ്രദേശങ്ങളിൽ നിർവഹിക്കുന്നു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടെ അനവധി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നു. അതിനേക്കാളൊക്കെ നിഷ്ഠൂരമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, ഇടനാടുകളിൽ അനുദിനം എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മമാരെ മക്കൾ നിഷ്കരുണം വെട്ടി അരിഞ്ഞെറിയുന്നു. മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ പോലും രക്ഷയില്ലാത്ത ഒരു കാലം വന്നു ചേർന്നിരിക്കുന്നു. ബന്ധുമിത്രാദികൾക്ക് രക്ഷയില്ലാത്ത ഒരു കാലം വന്നിരിക്കുന്നു. മനുഷ്യരുടെ നേർക്ക് ആയുധവുമായി ചീറി അടുക്കുന്നു. എന്തിനും ഏതിനും ഉത്തരം കത്തി പറയട്ടെ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കത്തിക്കയറുന്നു. ഒരു പോലീസ് ശക്തിക്കും നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം, ഒരു സാമൂഹ്യ നേതൃത്വത്തിനും നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലം മലീമസമാവുകയാണ്, ക്രൂരമായി മാറുകയാണ്, ദൈന്യത അലറി വിളിക്കുകയാണ്. ഈ സാഹചര്യത്തെ പ്രബുദ്ധ സമൂഹം നേരിടുകയും സമാധാനിപ്പിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയ്ക്ക് സാമൂഹ്യ തലങ്ങളിൽ അതിശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. അധികാരം നിഷ്ഠൂരതയോടെ ഉപയോഗിക്കുന്ന ഒരു ശൈലി സർക്കാരുകളിലും പൊന്തിക്കാണുന്നു. വയലിൽ മേയാൻ തുറന്നുവിട്ട താറാവ് വയലിൽ വെള്ളവും ഇരയും കിട്ടാതെ വരുമ്പോൾ വിളിക്കുന്ന ദൈന്യമായ ഒരു വിളിയുണ്ട്. ആകാശം അടച്ചുപൂട്ടി മേഘങ്ങൾ പെയ്യാൻ അറച്ചു നിൽക്കുമ്പോൾ വേഴാമ്പലിൻ്റെ ഹൃദയഭേദകമായ ഒരു വിളിയുണ്ട്. കാർമേഘം വന്ന് തത്തിക്കളിച്ചിട്ട് മഴ ചോർത്താതെ പോകുമ്പോൾ മയിലുകൾ അന്താളിച്ച് വിറങ്ങലിച്ച് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ഇതിനേക്കാളൊക്കെ ഭയാനകമായ ഒരു വിളി കേരളത്തിൻ്റെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നടക്കുകയാണ് കഴിഞ്ഞ 10-20 ദിവസങ്ങളായി. ആശാ വർക്കേഴ്സ് എന്നാണ് അവർക്കിട്ടിരിക്കുന്ന ഓമന പേര്. ഞാൻ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയം ഏതാണെന്ന് നോക്കുന്നതും ശരിയല്ല. അവരതിനപ്പുറം പ്രയാസകരമായ ജോലികൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന സഹോദരിമാരാണ്. അവർ പറയുന്നതിൽ കാടത്തത്തിൻ്റെ ആശയഗതികളില്ല, മുട്ടാപ്പോക്കിൻ്റെ ഗതിവിഗതികളില്ല. മറിച്ച് വിശപ്പാണ്, വയറാണ് പ്രശ്നം. ആ ശബ്ദം കേൾക്കാൻ സർക്കാർ തയ്യാറാകുന്നത് തെറ്റല്ല. അതിൻ്റെ പ്രോട്ടോക്കോൾ സ്റ്റാറ്റസ് ഒന്നും അവരെ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം നിരാശ്രയരായി മാറിയ, ഹതാശരായി മാറിയ
വേദന ഉണ്ടുറങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ അന്ധാളിപ്പിക്കുന്ന ശബ്ദമാണ് അവരുടെ മുദ്രാവാക്യം. അവരുടെ സമരത്തെ ചില നേതാക്കന്മാർ പരിഹസിച്ചും ആക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെ സംസാരിക്കുന്നു. വേദന തിന്നും സമൂഹത്തിൽ നിന്ന് വേരോടെ ചീന്തിപ്പറിച്ച കഥയാണ് അവരുടെ കഥ. അത് ആലങ്കാരികങ്ങളൊന്നുമല്ല. അത് അടിമുടി അഥവാ ആപാദചൂടം വേദനയുടെ കഥയാണ്. കൈക്കുഞ്ഞുങ്ങളെ ഉറക്കി തൊട്ടിലിൽ കിടത്തി ആ വീട്ടിൽ അമ്മുമ്മയുണ്ടെങ്കിൽ അവരെ ഭരമേൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഭരമേൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയാണ് രണ്ട് ഭാഗത്തേക്ക്. ഒരാൾ ആശാ വർക്കർ എന്ന നിലയ്ക്ക്, മറ്റൊരാൾ നാട്ടിൽ കിട്ടാവുന്ന താൽക്കാലികങ്ങളായ കൂലിപ്പണി അന്വേഷിച്ച്. അദ്ദേഹത്തിന് ചിലപ്പോൾ പണി കിട്ടിയില്ല എന്ന് വരാം, ചിലപ്പോൾ കിട്ടിയെന്നും വരാം. ആ ഒരു പങ്കുമായി അദ്ദേഹം വീട്ടിലെത്തും. ഭാര്യ 230 രൂപയുടെ ജോലിയും ചെയ്തിട്ട് വൈകുന്നേരത്ത് വീട്ടിലെത്തും. ഇവരുടെ രണ്ടിൻ്റെയും വരുമാനം കൂട്ടിക്കലർത്തിയാൽ ആ വീട്ടിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ പ്രയാസമാണ്. പക്ഷേ അതിനകത്ത് നിർത്തി എല്ലാം ചെയ്യാൻ ശീലിച്ചവരാണ് ആ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ. അവരുടെ സങ്കടം കേൾക്കാനും ഒരു സർക്കാർ ഉണ്ടാകണം. അവരുടെ സമരത്തിൻ്റെ ശാസ്ത്രീയ ഗർത്തങ്ങളിലേക്കും ഉയരങ്ങളിലേക്കുമല്ല സർക്കാർ പറന്ന് കയറേണ്ടത്, അഥവാ ആഴ്ന്നിറങ്ങേണ്ടത്. അറ്റ് പ്രസൻറ്റ് എന്താണ് അവരുടെ സ്ഥിതി, അവരുടെ ആവശ്യം, അതാണ് നോക്കേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് നോക്കേണ്ടത്. പക്ഷെ സർക്കാരുകൾ ഏതും രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ കാര്യങ്ങൾ കാണുകയും നോക്കുകയുമുള്ളൂ. ഈ സാധുക്കൾ അക്ഷരാർത്ഥത്തിൽ വിലപിക്കുകയും നിലവിളിക്കുകയും ദാരിദ്ര്യം കൊണ്ട് ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നാട്ടിലെമ്പാടും. ഇവരുടെ വിലാപം കാണാൻ ആരും തയ്യാറല്ല, കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അവരുടെ രോദനം ഏറ്റെടുത്ത് അവർക്ക് പ്രത്യാശ പകരാൻ ഇപ്പോൾ ഒരു വിപ്ലവകാരിയും രംഗത്ത് വരുന്നില്ല. സാട്ടാ കച്ചവടക്കാരൻ്റെയും കരിഞ്ചന്തക്കാരൻ്റെയും ഒപ്പം കൂടുന്നതാണ് ലാഭകരം, ബുദ്ധിപരം എന്ന് പല നേതാക്കന്മാർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ ആശാവർക്കരെയൊക്കെ പരിഗണിക്കാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടാകില്ല, താല്പര്യമില്ല തന്നെ. തോട്ടം ഉടമകളുടെയും ബാർ മുതലാളിമാരുടെയും റേഷൻ ഹോൾസെയിലുകാരുടെയോ തത്തുല്യരായവരുടെയോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലർമാരുടെയോ മനസ്സ് വായിക്കുവാനും അവരുടെ വേദനയ്ക്ക് ആശ്വാസം പകരാനുമാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് പലയിടത്തും താല്പര്യം. വിപ്ലവ പാർട്ടികളെന്നൊക്കെ അവകാശപ്പെട്ട പലരും അവരെ കാര്യത്തിന് വേണ്ടി കുറച്ച് വിപ്ലവം ഉണ്ടാക്കുകയും ബാക്കി ഈ പ്ലവം മാത്രമാക്കി നിലനിർത്തുകയും ചെയ്യുന്ന പാർട്ടികളാണ്. അവർക്ക് ഇത്തരം ഏഴകളുടെ നിലവിളി കേൾക്കാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. അത് അരോചകമാണ്, അരുതാത്തതാണ് എന്നവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതും മാർക്സ് നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ ആയുധമാക്കി, പിന്നീട് ചട്ടുകമാക്കി, പിന്നീട് ആവശ്യത്തിന് ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന വിഭവമാക്കി മാറ്റാൻ അറയ്ക്കാത്ത ഒരു വർഗത്തിൻ്റെ കയ്യിലേക്ക് ആഗോള കമ്മ്യൂണിസം വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ആ കുബേര കുലത്തിന് ഈ നിലവിളി അരോചകമാണ്. ഇതൊക്കെ തല്ലി തകർത്ത് ദൂരെ എറിയാൻ അവർക്ക് ക്ഷണനേരം മതി. അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ പിന്തുണ കൊടുത്താലും
ഈ ആശാ വർക്കേഴ്സിനെ മാലിന്യം കോരി എറിയുന്നത് പോലെ, പുറത്തേക്ക് എറിയുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടി കോരി എറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ ഈ ആശാ വർക്കേഴ്സിനെ കോരി പുറത്തെറിയേണ്ടി വരും. ആ പ്രക്രിയയിലേക്കാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖവുരയാണ് പ്രിയപ്പെട്ട ശ്രീ ഇളമരം കരീമിനെ പോലെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കൾ വിളംബരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ നിലയെന്ന് നാം ദയവായി തിരിച്ചറിയണം. വേദന തിന്നുന്നവൻ്റെ ശബ്ദം ഏറ്റെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കാലത്തിനൊക്കെ തിരശ്ശീല വീണു. ഇത് ന്യൂ ജെൻ ആക്ടിവിറ്റീസാണ്. അപ്പം ന്യൂ ജനറേഷൻ്റെ വ്യൂ വേറെയാണ്, തിങ്കിങ് വേറെയാണ്, ന്യൂ ജനറേഷൻ്റെ ഐഡിയോളജി വേറെയാണ്. മാമുനി എന്ന വാക്കിന് അധീശതയുള്ളവർ എന്ന അർത്ഥം കൂടെ എടുക്കാം. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ അധീശതയുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അതിൽ ഘടകകക്ഷിയുടെ ഞങ്ങൾ കാണാതെ പോകുന്നില്ല. CPI വല്ല കാര്യവുമുണ്ടോ? അജഗണസ്ഥനം പോലെയാണ്. അവരിൽപ്പെട്ട ഒരു വ്യക്തികളെയും നമ്മൾ അനാദരിക്കില്ല. പക്ഷേ അവരുടെ അഭിപ്രായമോ അവരുടെ അംഗീകാരമോ അവരുടെ ദി ഒപ്പീനിയൻ അതിൻ്റെ വല്ലതും മാർക്സിസ്റ്റ് പാർട്ടി ശ്രദ്ധിക്കുമോ, കേൾക്കുമോ? വേണമെങ്കിൽ അവിടെ കൂടാം, ഉള്ളതിൽ പങ്ക് പറ്റാം. നേരം വൈകുമ്പോൾ വേണമെങ്കിൽ അവിടെ കിടക്കാം. നേരം പുലർന്നാൽ എഴുന്നേറ്റ് പൊക്കോളണം. അതല്ലേ CPIക്ക് കൊടുത്തിരിക്കുന്ന പരിഗണനയുടെ അടിസ്ഥാനവും ഗൗരവവും? അതിലുള്ള മറ്റ് ഘടകകക്ഷികളെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരൊക്കെ ഉപജീവനത്തിന് വഴി തേടി ഇങ്ങനെ അലഞ്ഞു വരുന്ന ചില കൂട്ടരെ ദയയും കാരുണ്യവും കരുതി മാർക്സിസ്റ്റ് പാർട്ടി തടഞ്ഞു നിർത്തി എന്നാൽ കയറിക്കോളാൻ പറഞ്ഞ് കയറ്റിയിരിക്കുകയാണ്. വണ്ടിയിൽ ആൾ കുറയണ്ട എന്ന് വെച്ച് കയറ്റിയിരിക്കുകയാണ്. പക്ഷെ അവരെ എങ്ങാനും കയ്യിൽ പാർട്ടി സ്റ്റിയറിംഗ് കൊടുക്കുമോ? ഇല്ല. വണ്ടി തള്ളേണ്ടി വന്നാൽ തള്ളാൻ വേണ്ടി പുറയിലിരുത്തിയിരിക്കുന്ന 4 പേരാണ് അവർ. അതുകൊണ്ട് സമ്പൂർണ്ണമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രയോ ഭീഭത്സമായ ഭീകരമായ ഒരന്തരീക്ഷത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടുത്തെ സിലബസിനെ പറ്റിയല്ല പറയുന്നത്, അധ്യാപകരുടെ മികവിനെ പറ്റിയോ അവരുടെ അശ്രദ്ധയെപ്പറ്റിയോ അല്ല സംസാരിക്കുന്നത്. മറിച്ച് ലോകത്ത് അത്യപൂർവമായി കിട്ടുന്ന മയക്കുമരുന്നുകൾ മനുഷ്യൻ്റെ മസ്തിഷ്കം മരവിപ്പിക്കുവാൻ, അവൻ്റെ ചേതോവികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ, കൈവശപ്പെടുത്തി എന്തിനു ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെയും ചേതോവികാരങ്ങളെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന മയക്കുമരുന്ന് ലോബിയുടെ കയ്യിലാണ് കേരളത്തിലെ യുവത്വം ഒഴുകിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ദയവായി തിരിച്ചറിയണം. ഒരു ഗവൺമെൻറ്റിന് ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. ഗവൺമെൻറ് താൽപ്പര്യത്തോടെ വേണം എന്ന് വിചാരിച്ചാൽ, അത് നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഗൗരവാവഹമായ ഡ്യൂട്ടിയിൽ ചുമതലയിൽ ഒന്നാണെന്ന് വിചാരിച്ചാൽ, പക്ഷെ ആ വിചാരം നമ്മളിവിടെ കാണുന്നില്ല. എന്തിനേയും നിഷേധാത്മകമായി കാണാനും തഴഞ്ഞു തള്ളാനും അറപ്പില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ്. അത് ആരുടെയോ കാഴ്ചപ്പാടും കണക്ക് കൂട്ടലുമാണ്. സകല തൊഴിലവസരങ്ങളും സ്തംഭിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം കേരളത്തിൽ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുവെങ്കിൽ അത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കേരളത്തിലെ യുവത്വം മരവിച്ച് മാറി നിൽക്കുകയോ മടുത്ത് ഇട്ടെറിഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് സാമൂഹ്യ ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും വൈറ്റ് കോളർ ജോബല്ലാതെ മറ്റൊരു ജോലിയും ഞങ്ങൾ ജോലിയായി അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന നിലയിലേക്ക് കേരളീയ സമൂഹത്തിൻ്റെ മസ്തിഷ്കം മറ്റ് മേഖലകളിലേക്ക് വഴിമാറുകയാണ്. അതിൻ്റെ ഫലമായി പരമ്പരാഗത തൊഴിൽ മേഖലകൾ സമ്പൂർണ്ണമായി അന്യദേശവൽക്കരിക്കുകയാണ്. ഇത് ഒട്ടും തൊഴിലില്ലാത്ത ഒരു സമൂഹത്തെ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് വാർത്തെടുക്കും. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യുന്ന മേഖലയിലേക്ക് മനസ്സ് തിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വ്യാപകമായ കലാപത്തിൻ്റെ സാധ്യത വളർത്തിയെടുക്കാൻ കഴിയും എന്ന ഒരു തീസിസ് ആണ് ഇതിൻ്റെ പിന്നിൽ പരീക്ഷിക്കപ്പെടുന്നതും ഏതോ ബുദ്ധിജീവികൾ എവിടെ ഇരുന്ന് ഇതിനെയൊക്കെ നയിക്കുന്നതും. സ്വന്തം നാടിനോടും കുടുംബത്തോടും ബന്ധുക്കളോടും ജനസമൂഹത്തോടും രക്ഷിതാക്കളോടും നമുക്കുണ്ടായിരിക്കേണ്ട പൊതുമര്യാദകളും ബന്ധങ്ങളും ഇവിടെ പറിച്ചെറിയപ്പെടുകയും വെട്ടിമുറിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ബഹുദൂരം കർശനമായി ഇടപെടാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ഈസ് ഇൻ ആബ്സെൻസ്. ഗവൺമെൻറ് ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം അവരുടെ നടപടികൾ ക്രമീകരിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അഴിമതി, അതിൻ്റെ ഫലമായിട്ടാണ് അക്രമം, അതിൻ്റെ ഫലമായിട്ടാണ് സ്വജനപക്ഷപാതം, അതിൻ്റെ പക്ഷമായിട്ടാണ് മാരകമായ ഭീതിജനകമായ അക്രമം നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നത്. വിദ്യാഭ്യാസ മേഖല സർക്കാരിനോ കേരളത്തിനോ ഒരു പ്രയോജനവുമില്ലാത്തവണ്ണം നിർദ്ദിഷ്ട ശക്തികൾ കൊള്ളയടിച്ച് കീഴ്പ്പെടുത്തി കൈവശം വച്ചിരിക്കുന്നു. ആ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളും സാധ്യതകളും മുഴുവനും വ്യത്യസ്തരായ സ്വകാര്യ വ്യക്തികളുടെയോ വിഭിന്നങ്ങളായ ഏജൻസികളുടെ കൈകളിൽ ചെന്ന് ചേരുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് സർക്കാർ വള്ളിക്കുടത്തിൽ ചെന്നിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ അവനെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന ഒരു പ്രാപ്തമായ വിദ്യാഭ്യാസത്തിന് സമൂഹത്തെ നമ്മൾ ഒരുക്കിയെടുക്കുന്നില്ല. ഇന്ത്യയിലെ കോടതികളിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാം. മറ്റു ചില സംസ്ഥാനങ്ങളുമുണ്ട് അങ്ങനെ. പക്ഷെ താരതമ്യേന മെച്ചപ്പെട്ട കോർട്ട് സർവീസ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ മേഖല ഇപ്പോൾ അധീശവർഗത്തിൻ്റെ കയ്യിലേക്ക് ഒഴുകി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതികൾ ഉത്തരവ് പുറപ്പെടുവിച്ചാലും അവർ കൽപ്പനകൾ കൃത്യമായി തന്നെ പുറപ്പെടുവിച്ചാലും അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ എന്നൊരു കൂട്ടർ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നതാണ് നാം കാണുന്നത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ മറ്റൊരു ശൃംഖല രാജ്യത്ത് വികസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നികുതി പിരിക്കുന്നതും ഉല്ലാസയാത്ര നടത്തുന്നതും 2 സമ്മേളനങ്ങളിൽ പ്രഭാഷണം അനുവദിക്കുന്നതുമാണ് അവരുടെ ജോലി എന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥ വിഭാഗവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ അമ്പേ ദുർബലമാവുകയും തകരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കരാർ ജോലി എടുത്തിട്ടുള്ളവർ അവൻ്റെ സൗകര്യം നോക്കി ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. നിർദ്ദിഷ്ട സമയത്തിനകം പൂർത്തിയാക്കേണ്ട വർക്കുകളിൽ 20% പോലും കേരളത്തെ സംബന്ധിച്ച് പൂർത്തിയാകുന്നില്ല. ടൂറിസം മേഖല എത്രയെത്ര ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആദായകരമായി ലാഭകരമായി നടത്താൻ കഴിയുന്ന പദ്ധതികൾ ഉൾപ്പെടെ മങ്ങി അണയുകയും ചെയ്യുകയാണ് കേരളത്തിൽ. ഇത്രയേറെ സുലഭമായ കുടിവെള്ള സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനം ലോകത്തൊരു പക്ഷേ എങ്ങും കാണില്ല. ഇപ്പോഴെന്താണ് നമ്മുടെ കായലുകളുടെ സ്ഥിതി? എന്താണ് പുഴകളുടെ സ്ഥിതി? എന്താണ് തോടുകളുടെ സ്ഥിതി? തോടുകളെല്ലാം പലരും വെട്ടി നിരത്തി തെങ്ങ് നട്ടു. അതൊക്കെ കയ്യേറി തകർത്തു അവരുടെ ഇഷ്ടത്തിന്. കുളങ്ങൾ മുഴുവനും വ്യക്തികളുടെ കീഴിൽ പറമ്പുകളായി മാറി. ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവനും സ്വകാര്യ വ്യക്തികൾ വെട്ടിയടച്ച് അവരുടെ പറമ്പിൻ്റെ ഭാഗമാക്കി മാറ്റി. ആരുണ്ടിവിടെ ചോദിക്കാൻ? ആരുണ്ടിവിടെ അന്വേഷിക്കാൻ? ആരുണ്ടത് പരിശോധിക്കാൻ? ഭൂമി റവന്യൂവിന് മന്ത്രിയുണ്ട്, അതിൻ്റെ മിഡിൽ ഏജൻസികളായ കളക്ടേഴ്സുണ്ട്, ഗവൺമെൻറ് സെക്രട്ടറിമാരുണ്ട്, തഹസീൽദാരുണ്ട്, RDOമാരുണ്ട്, ഡെപ്യൂട്ടി കളക്ടേഴ്സുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, പലരുമുണ്ട്. പക്ഷേ ഭൂമിയുടെ അധികാരി ഇന്നും വില്ലേജ് ഓഫീസറാണ്. ഏത് മന്ത്രി എന്ത് പ്രസംഗിച്ചാലും വില്ലേജ് ഓഫീസർ തീരുമാനിക്കും ഇന്ന പറമ്പ് ഇന്ന വയൽ ആരെ കയ്യിലിരിക്കണമെന്ന്. അവരെഴുതി തിട്ടപ്പെടുത്തി തീരുമാനമെടുത്ത് കുറിയിട്ട് കയ്യിൽ കൊടുത്താൽ അവകാശി പുറത്തു നിൽക്കേണ്ടി വരും, കൈവശക്കാരൻ അത് അനുഭവിക്കേണ്ടി വരും. ആ നിലയിൽ ഭൂതലത്തിൽ നടക്കുന്ന ഭൂമി സംബന്ധമായ കൃത്രിമങ്ങൾ അപാരമാണ് കേരളത്തിൽ. പരിശോധിച്ചാൽ അന്താളിച്ചു പോകുന്ന തരത്തിലാണ്. 10 സെൻറ്റുള്ളവൻ്റെ 5 സെൻറ്റ് വെട്ടിക്കൊടുക്കാൻ അടുത്ത 15 സെൻറ്റുകാരൻ്റെ വകയാക്കി മാറ്റിക്കൊടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് 7 മിനിറ്റ് മതി. പക്ഷെ അതോടൊപ്പം പൊതി നിർബന്ധമാണ്. പൊതി കൈവശമുള്ളവൻ്റെ കൊതി അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വില്ലേജ് ഓഫീസ് എന്ന സംവിധാനം വളരെ പ്രയോജനകരമായി തീർന്നിട്ടുണ്ട് കേരളത്തിൽ. ഇതൊക്കെയാണ് ആരും ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ പരിശോധിക്കാനോ ഇല്ലാത്ത ഭാഗികമായ അരാജകത്വം നിലനിൽക്കുന്ന ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് യൂണിയനുണ്ട്, അവരെ തൊടാനൊക്കില്ല. ആകെ കയ്യേറ്റം ചെയ്ത് തകർക്കാവുന്നത് അധികാരമില്ലാത്ത സാധാരണ വ്യക്തികളെയാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കുബേരനെ കേൾക്കുമോ കുചേരനെ കേൾക്കുമോ പോലീസുകാരൻ? കോടതിയുടെ വിധി ഉണ്ടായാൽ അത് നടപ്പാക്കി കിട്ടാൻ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ കുചേരനെ കേൾക്കുമോ കുബേരനെ കേൾക്കുമോ? കുബേരന് മാത്രമേ കേൾക്കൂ. എത്ര കോടതി വിധികളാണ് കീറി കാറ്റിൽ പറത്തിയിട്ട് ശക്തിയും അധികാര കേന്ദ്രത്തിൽ സ്വാധീനവുമുള്ളവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഇത് നമുക്ക് നഗരങ്ങളിൽ കാണാം, ഗ്രാമങ്ങളിൽ കാണാം, തോട്ടം മേഖലകളിൽ കാണാം, വനമേഖലകളിൽ കാണാം, കായൽ തലങ്ങളിൽ കാണാം, എവിടെയും നമുക്ക് കാണാം. അങ്ങനെ തോന്നിയാസം അഴിഞ്ഞാടുന്ന ഒരു ഭരണതലമായി നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമീകൃത സംവിധാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചില തൊഴിലറിയാവുന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഏത് കോടതി ഉത്തരവും നിഷ്പ്രഭമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ പ്രഖ്യാപിച്ച എത്ര ഉത്തരവുകളാണ് ഗതി കിട്ടാപ്രേതങ്ങളെ പോലെ അലയുന്നത്. ആ കടലാസൻ കക്ഷത്ത് വച്ചുകൊണ്ട് ദുർബലരായ വിധി നേടിയവൻ റോഡിൽ അലയുമ്പോൾ അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് വെട്ടിമൂടിക്കൊണ്ട് ഇഷ്ടങ്ങൾ നടപ്പാക്കുന്ന കുബേരവർഗം അവരുടെ തോന്നിയാസം നമ്മുടെ രാജ്യത്ത് സാർവത്രികമായി നടത്തുകയാണ്. നോ എനി സൂപ്പർവിഷൻ ആർ നോ എനി റീചെക്ക് ആർ നോ എനി ജനറൽ ചെക്കിംഗ്. അതന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി. നമുക്കെത്ര മനോഹരമായ സിവിൽ സെറ്റപ്പാണ് അഡ്മിനിസ്ട്രേഷനിലുള്ളത്.
പക്ഷേ ആ പ്രിസ്ക്രൈബ്ഡ് വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതൊന്നും നടക്കുന്നില്ല. അവർ നിശ്ചയിക്കുന്ന അവരുടെ ക്രമീകരണങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അതിനെതിരെ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്, കടന്നു പോകുന്നത്, നടന്നു പോകുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങാൻ അഭിമാനബോധമുള്ളവർക്ക് സാധിക്കുകയില്ല. സ്വാഭിമാനികളായ ജനങ്ങളുടെ മാന്യതയിൽ മണ്ണ് വാരിയിടുന്ന നിർഭാഗ്യകരമായ ശൈലിയിലേക്ക് തലം വഴിമാറി ഒഴുകുന്നു എന്നതാണ് നാം കാണുന്ന കാഴ്ച. ഇതിനൊക്കെ അറുതി വരുത്താൻ നമ്മുടെ സിവിൽ സംവിധാനത്തിൽ തീർച്ചയായും സാധിക്കും. ഇവിടെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട് എന്ന് ബോധ്യമായാൽ. നിർഭാഗ്യവശാൽ നമ്മുടെ കളക്ടർമാർ മാന്യന്മാരാണ്. പക്ഷെ അവരിൽ പലർക്കും ഉദ്ഘാടനവും തിരുവാതിരക്കളി ഉദ്ഘാടനമാണ് മെയിൻ ജോലി എന്ന് വന്നാലോ? അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ ഭയമുണ്ടായിട്ടല്ല. പക്ഷേ പാഠ്യപദ്ധതികളിൽ നിന്ന് മാറി പാഠ്യേതര പദ്ധതികളിൽ ശ്രദ്ധ കൊടുക്കുന്ന നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളിൽ ന്യായമായ മാറ്റം വന്നില്ലെങ്കിൽ, ശ്രദ്ധ വന്നില്ലെങ്കിൽ, ഇതിലൊന്നും മന്ത്രിയല്ല ഉത്തരവാദി. മന്ത്രിക്ക് എന്താണ് ഇതിനകത്ത് പ്രത്യേക കാര്യം? നിയമം നിർമ്മിച്ച് വകുപ്പ് തലത്തിൽ കൊടുക്കാമെന്നല്ലാതെ അവർക്ക് മറ്റെന്ത് കഴിയും? ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ മറ്റ് പലർക്കും വിധേയനായി മാറിയാൽ സംഭവിക്കാവുന്നതെല്ലാമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.